ഭർത്താവിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമാവോ? എന്താ ഷംന ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തു പറ്റി? നീ ആദ്യം വിഷമാവോ ഇല്ലയോ എന്ന് പറ, എന്നിട്ടേ ഞാൻ പറയുള്ളൂ. നീ ഇങ്ങനെ ആളെ ടെൻഷനാക്കാത്ത കാര്യം പറ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, നിനക്കെന്നോട് എന്തും പറയാമല്ലോ. ഇത് ഫോണിലൂടെ പറയാൻ പറ്റിയ കാര്യമല്ല. ഓക്കെ, നമുക്കിന്ന് വൈകിട്ട് നേരിൽ കാണാം. ഓഫീസിലെ തിരക്കിനിടയിലായിരുന്നു ഹസിക്ക് ആ ഫോൺ കോൾ വന്നത്. വൈകുന്നേരം ഓഫീസിൽ നിന്നും ഇറങ്ങിയ ഉടൻ ഹസി ഷംനയെ വിളിച്ചു. ബീച്ചിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഷംന ഫോൺ കട്ട് ചെയ്തു. ഉടൻ ഒരു ഓട്ടോയും വിളിച്ച് ഹസി ബീച്ചിലേക്ക് പോയി. അവൾ ആകെ ടെൻഷനിലായിരുന്നു. എന്തായിരിക്കും തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഷംനയ്ക്ക് പറയാനുള്ളത്? ബീച്ചിലെത്തിയ ഹസി അക്ഷമയോടെ ഷംനയെ കാത്തു നിന്നു. കുറച്ചു സമയത്തിന് ശേഷം ഷംന പതിയെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് ഹസി കണ്ടു. എന്താണ് ഷംന ഇത്ര സസ്പെൻസ്? ഞാൻ പറയുന്ന കാര്യം നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റൂ. ബിക്കോസ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹസി ഷംനയെ ഒന്ന് നോക്കി. നീ കാര്യം പറ പെണ്ണേ, കുറെ നേരം ആയല്ലോ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കുന്നേ. നീ എന്തായാലും തുറന്നു പറ. അവൾ ഹസിയെ ആളൊഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. നീയല്ലേ പറഞ്ഞേ നിന്റെ ഇക്ക ഫേസ്ബുക്കിൽ എഴുതുന്നതൊക്കെ നിർത്തി ഇപ്പോൾ നീയും മക്കളുമാണ് ലോകം എന്ന് പറഞ്ഞ് ജീവിക്കുകയാണെന്ന്? അതെ, ഇപ്പോൾ ഇക്ക ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ. എഴുതിയിരുന്ന അക്കൗണ്ട് എൻ്റെയും മക്കളുടെയും മുന്നിൽ വെച്ചാ ഇക്ക ഡീആക്ടിവേറ്റ് ചെയ്തത്. ഇനി വേറെ FB എടുക്കില്ല, എഴുതില്ല എന്നൊക്കെ എൻ്റെ തലയിൽ തൊട്ട് സത്യവും ചെയ്തു. ഷംന ഒന്ന് പുഞ്ചിരിച്ച് തൻ്റെ മൊബൈൽ അവൾക്ക് നേരെ നീട്ടി. നീ ഈ FB അക്കൗണ്ട് കണ്ടോ? വിരഹ കാമുകൻ. ഇതാരാ? ഈ അക്കൗണ്ട് നീ നിന്റെ FBയിൽ നിന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ, കിട്ടുന്നുണ്ടോ എന്ന്. ഹസി തൻ്റെ മൊബൈലിൽ ഫേസ്ബുക്ക് തുറന്ന് വിരഹ കാമുകൻ എന്ന് സെർച്ച് ചെയ്തു. പക്ഷേ ആ അക്കൗണ്ട് മാത്രം കാണിച്ചില്ല. അതെന്താ എൻ്റെ FBയിൽ ഈ അക്കൗണ്ട് കിട്ടാത്തെ? എടി മണ്ടൂസേ, നിന്നെ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിന്നെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബക്കാരെ മൊത്തം, പിന്നെ നിന്റെ അടുത്ത സുഹൃത്തുക്കളായ ഞാനടക്കം 6 പേരെയും. അല്ല, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ആരെ വിരഹ കാമുകൻ? ഞാൻ ഹസ്സറിയാതെ ഒരു ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. കഥകൾ വായിക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് നിനക്കറിയില്ലേ? രാത്രി പച്ച ലൈറ്റ് കണ്ട അപ്പോൾ വരും FB ആങ്ങളമാർ. നീ ഷിഹാബിൻ്റെ ഭാര്യയല്ലേ, എന്താ മോളൂസെ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ച്. എന്നിട്ട് എന്നെ രാത്രിയിൽ ഓൺലൈനിൽ കണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇക്കായ്ക്ക് അയച്ചു കൊടുക്കും. പിന്നെ മൂപ്പര് വിളിച്ച് വഴക്കായി ബഹളമായി. അപ്പോഴാണ് എൻ്റെ ചങ്ക് ഫേക്ക് അക്കൗണ്ട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ തന്നെ ഞാനൊരു ഫേക്ക് അക്കൗണ്ട് അങ്ങ് എടുത്തു. അതാവുമ്പോൾ ഞാൻ ആരാണെന്ന് ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ ഇക്കാൻ്റെ അടുത്തും FB ആങ്ങളമാരുടെ മുന്നിലും എനിക്ക് നല്ല പേരാണ്. ഇത് പറയാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അതല്ലടി. അങ്ങനെ FBയിൽ കഥകൾ വായിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോഴാ വിരഹ കാമുകൻ എന്ന അക്കൗണ്ടിൽ വരുന്ന കഥകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അടിപൊളി എഴുത്താണ്. ഞാൻ വായിച്ച കഥകൾക്ക് ലൈക്കും കമൻറ്റും ഇട്ടു. അപ്പോൾ അതാ വരുന്നു ഫ്രണ്ട് റിക്വസ്റ്റ്. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അയാളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ മുഴുവൻ പെണ്ണുങ്ങളാ, ഒരൊറ്റ ആണുങ്ങളില്ല. ഫ്രണ്ടായ ഉടനെ ഇങ്ങോട്ട് മെസ്സേജ് വന്നു. ഗുഡ് മോർണിംഗ്, ഫുഡ് കഴിച്ചോ എന്നൊക്കെയുള്ള സ്ഥിരം ക്ലീശ ചോദ്യങ്ങൾ. ആള് നല്ലൊരു കോഴിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ജസ്റ്റ് മറുപടി കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം തോന്നി, ഇത് നമ്മുടെ ഹസിയുടെ ഭർത്താവല്ലേ എന്ന്. ഇത് കേട്ടതും ഹസി അവളുടെ നേരെ ഉറഞ്ഞു തുള്ളി. നീ ഒന്ന് പോയേ, എൻ്റെ അക്ക അങ്ങനെയൊന്നും ചെയ്യില്ല. നിനക്ക് ആള് മാറിയതാവും. ഒരിക്കൽ FBയിൽ കഥകളൊക്കെ എഴുതി കുറച്ച് കോഴിത്തരമൊക്കെ കാണിച്ചെന്ന് കരുതി എപ്പോഴും ഡിക്കാനെ എനിക്ക് സംശയിച്ച് നടക്കാനൊന്നും പറ്റില്ല. എൻ്റെ തലയിൽ തൊട്ട ഇക്ക സത്യം ചെയ്തേ ഇനി പഴയ പോലൊന്നും ആവില്ല എന്ന്. എൻ്റെ ഹസി, ഞാൻ വെറുതെ ഊഹം പറയല്ല. എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ആളോട് നല്ല കമ്പനി അടിച്ച് സംസാരിച്ചിരുന്നു. ആളുടെ ഫോട്ടോ ചോദിച്ചു. ദാ ഇതാണ് പിക്ക്, നോക്ക്. ഷംന തൻ്റെ ഫോൺ ഹസിക്ക് നേരെ തിരിച്ചു. ഷർട്ടൊന്നും ഇടാതെ നെഞ്ചിലെ രോമവും കാണിച്ച് ക്യൂട്ട്നെസ് വാരി വിതറി തൻ്റെ ഇക്ക അയച്ചു കൊടുത്ത ഫോട്ടോ കണ്ടപ്പോൾ ഹസി കുറച്ചു സമയം ഒന്നും മിണ്ടിയില്ല. തൻ്റെ ഭർത്താവിൻ്റെ കോഴിക്കഥകൾ അറിഞ്ഞപ്പോൾ ഹസിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും വന്നില്ല. വളരെ ശാന്തയായി ഹസി ഷംനയെ നോക്കി. സ്വന്തം ഭർത്താവ് കല്യാണത്തിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതറിയുമ്പോൾ 99% ഭാര്യമാരും പൊട്ടിത്തെറിക്കും. പക്ഷെ ഞാൻ ആ 99%ത്തിൽപ്പെട്ട ഭാര്യയല്ല. ഞാൻ ആ മിച്ചം വരുന്ന 1%ത്തിൽപ്പെട്ടവളാണ്. ഒന്ന് നിർത്തിയിട്ട് ഹസി ഷംനയെ നോക്കി. വേണമെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എനിക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെയും കൂട്ടി വീട്ടിൽ പോവാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം ഞാനൊരാണിൻ്റെ മുഖത്ത് പോലും നോക്കാത്ത, മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കാത്ത ഒരു പെണ്ണായിരിക്കണം. ഷംന ഹസിയെ പുച്ഛത്തോടെ എന്ന് നോക്കി. നിന്നെപ്പോലെയുള്ള അടിമ ഭാര്യമാരാണ് ഇവനെ പോലുള്ള കോഴികളുടെ തീറ്റ.
ഹസി പുഞ്ചിരിച്ചു. അതെ, അടിമ ഭാര്യയാണ്. ഷംന, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കാലത്ത് കല്യാണം കഴിക്കാത്തവർ അത് ആണായാലും പെണ്ണായാലും മനസ്സുകൊണ്ട് പോലും ഒരാളെ പ്രണയിച്ചിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? എടി പോത്തെ, അതിന് ഇത് പ്രണയമല്ലല്ലോ. കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ ഒലിപ്പിച്ച് നടക്കുകയല്ലേ, വെറും കോഴി. എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനോട് കോഴിത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം തെറ്റാണ്. എൻ്റെ തെറ്റ് തിരുത്തി ഞാൻ ഇക്കയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും. ഇത്രയും പറഞ്ഞ് ഹസി മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം നടന്നിട്ട് ഒന്ന് നിന്നു. എന്നിട്ട് ഷംനയെ നോക്കി. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനിടയിൽ ആദ്യം സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തൂ. നിന്റെ ഫേക്ക് അക്കൗണ്ട് ഭർത്താവ് കാണേണ്ട. അതിൽ നീ ചാറ്റിയ ആരും ഭർത്താവിലേക്ക് എത്താതെ നോക്ക്. ഹസി നടന്നു നീങ്ങി. തനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് പിറുപിറുത്ത് ഷംന തിരിച്ച് വീട്ടിൽ പോയി. അന്ന് രാത്രി 9 മണി. ഷംന തൻ്റെ FBയിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ വിരഹകാമുകനിൽ ഒരു പോസ്റ്റ് വന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അവളത് തുറന്നു നോക്കി. ഹസിയുടെ ഭർത്താവ് കിലുക്കം സിനിമയിൽ ജഗതി ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ ശരീരം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന ഒരു പിക്കിട്ടിരിക്കുന്നു. താഴെ ഒരു കുറിപ്പും, ഗൈസ്, ഇനി ഈ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതല്ല, ഡീആക്ടിവേറ്റ് ചെയ്യാണ്. എൻ്റെ ഭർത്താവ് ഒന്ന് തെന്നി വീണു. ഡോക്ടർ 2 മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വിരഹകാമുകനെ സന്തോഷത്തോടെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം എന്ന സ്നേഹത്തോടെ ഈ കാട്ടുകോഴിയുടെ ഭാര്യ. അതെ, ചില ഭാര്യമാർ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ സ്വന്തം ഭർത്താവിനെ വിട്ടുകൊടുക്കില്ല. പക്ഷേ താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് ചതിച്ചു എന്നറിഞ്ഞാൽ കയ്യിൽ കിട്ടിയതെടുത്ത് അടിച്ച് കൈയും കാലും ഓടിച്ച് ഈ പരുവാക്കി കിടത്തും. എന്നിട്ട് സ്നേഹത്തോടെ പരിചരിക്കും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.